അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം പ്രിയപ്പെട്ടവരെ, സംസാരിക്കുന്നത് ബഷീർ മേച്ചേരി കട്ടച്ചന്. ആദ്യം ഈ ഒരു വീഡിയോ ഒന്ന് കാണണേ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, ഈ വീഡിയോ ഒന്ന് കാണേ. ഗ്രില്ല് തുറന്നില്ല. അതെങ്ങനെയായിരുന്നു ആ സമയം? എല്ലായ്പ്പോഴും അവിടെ അങ്ങനെയാണ്. ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി പോയപ്പോഴും അവിടെ ബെല്ലടിച്ച് അവർ എണീറ്റ് വന്ന് OP ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ രോഗിയെ നോക്കാറുള്ളൂ. ഈ അന്നത്തെ ദിവസം അവർ ഉറക്കത്തിൽ നിന്ന് വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ അവർക്ക് പറ്റുന്നില്ല. അന്ന് ഒരുപാട് താമസിച്ചിട്ടാണ് പൂട്ട് തുറന്നത്. അപ്പോൾ ഇക്കൊക്കെ ഇവിടെ മരണവെപ്രാളം പോലെ തന്നെയായിരുന്നു. ശ്വാസം കിട്ടുന്നില്ല, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, നെഞ്ചുവേദന അല്ല, ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരയാണ്. അപ്പൊ ഞാനിങ്ങനെ സമാധാനിപ്പിക്കാൻ അവിടെ ഇരിക്കും. ഞാൻ ഇപ്പൊ വിളിക്കാം. എന്നിട്ട് ഞാൻ ആ ഗ്രില്ലിനപ്പത്തുനിന്ന് അവരെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞൊന്ന് ഓടി വരുമോ സിസ്റ്റർ, എത്ര ഓടി വരുമോ എന്ന് ചോദിച്ചപ്പോ വരുന്ന ദേഷ്യപ്പെട്ടിട്ടാണ് വരുന്നത്. അവരുടെ ഉറക്കം പോയതിന്റെ കാര്യമായിരിക്കും. പക്ഷെ നഷ്ടപ്പെടുന്ന ഞങ്ങൾക്കല്ലേ. ഈ ആംബുലൻസിൽ കയറ്റുന്ന സമയത്ത് ഞാൻ ചോദിക്കുകയാണ്, ആരെങ്കിലും ഒന്ന് കയറുമെന്ന് ചോദിച്ചപ്പോ ഇവിടെ നിന്ന് ആരും വരത്തില്ല എന്ന് പറഞ്ഞു. അവിടെ നേഴ്സുണ്ട്, ഡോക്ടറുണ്ട്, നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ട്, ആ സെക്യൂരിറ്റി ഉണ്ട്. ഒരാളും എന്നെ സഹായിക്കാനില്ലായിരുന്നു. വേണ്ട, അവര് സഹായിക്കണ്ട. ഒന്ന് CPR കൊടുത്തിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായിരുന്നു. മെഡിക്കൽ കോളേജിൽ പോകുന്നതിനിടയ്ക്ക് എന്റെ വാപ്പയും ചേച്ചിയുടെ മോനുമാണ് കയറിയത്. അപ്പോഴും ഞാൻ CPR കൊടുക്കാൻ നോക്കിയിട്ട് വാ തുറന്ന് നോക്കുമ്പോ നാക്ക് കടിച്ചു പിടിച്ചൊക്കെയാണ്. അപ്പോഴും മൂക്കിന്ന് വായിന്ന് പത വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ഇവിടെ മെഡിക്കൽ കോളേജിൽ പോയപ്പോ അവര് ചോദിച്ചത് CPR കൊടുത്തു എന്നാണ് ചോദിച്ചത്. ഈ കൊണ്ടുപോകുന്ന ഈ ഗ്യാപ്പാണ് അവര് പറഞ്ഞത് 20 മിനിറ്റ് ആയി പോയിട്ടെന്ന്. എന്തോ അതിന് പറയാ, വല്ലാത്ത വേദന തോന്നുന്നില്ലേ. ഒരു മനുഷ്യജീവനാണ്ട് പോയി. ആർക്ക് നഷ്ടപ്പെട്ടു? അവരുടെ ഭാര്യക്ക്, അവരുടെ മക്കൾക്ക്, അവരുടെ മാതാപിതാക്കൾക്ക്, അവരോട് ബന്ധപ്പെട്ട, അവരെ ഇഷ്ടപ്പെടുന്ന, അവരെ സ്നേഹിക്കുന്ന അവർക്ക് നഷ്ടപ്പെട്ടു. ഈ ഉദ്യോഗസ്ഥന്മാർക്ക്, അവിടുത്തെ നഴ്സുമാർക്ക്, അവിടുത്തെ സെക്യൂരിറ്റിക്ക്, അവിടുത്തെ ഡോക്ടർമാർക്ക്, അവിടുത്തെ മറ്റ് ജീവനക്കാർക്ക് എന്ത് നഷ്ടപ്പെട്ടു? ഇത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ധിക്കാരമല്ല. കേരളത്തിലുടനീളമുള്ള സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ഹോസ്പിറ്റലുകൾ, ജില്ലാ ഹോസ്പിറ്റൽ മുതൽ മെഡിക്കൽ കോളേജ് മുതൽ താലൂക്ക് ഹോസ്പിറ്റൽ മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ വരെ ഇത് തന്നെ നടക്കുന്നത്. ഇത് നിത്യസംഭവമാണ്. സെക്യൂരിറ്റി പോലും ഭീഷണി സ്വരത്തിലാണ് രോഗികളുമായി പോകുന്ന രോഗികളോട് ബന്ധുക്കളോടും പെരുമാറുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടെ. ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിനും ജില്ലാ ഹോസ്പിറ്റലിനെയും അതുപോലെ തന്നെ താലൂക്ക് ഹോസ്പിറ്റലിനെയും അതുപോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ആശ്രയിക്കുന്നത് 98% പാവങ്ങളിൽ പാവങ്ങളായ, ഒരു വിവരവും ചിലപ്പം അധികാരികളെ ഭയപ്പെടുന്ന, നാട്ടുകാരെ ഭയപ്പെടുന്ന, ഡോക്ടർമാരെ ഭയപ്പെടുന്ന, സിസ്റ്റർമാരെ ഭയപ്പെടുന്ന അത്ര പാവങ്ങളിൽ പാവം, ആരോടും ഒന്നും പറയാൻ ഭയപ്പെടുന്ന അത്തരം ആളുകളാണ് ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം നമ്മളൊക്കെ വളരെ നമ്മളെക്കായും താഴ്ന്നവരോട്, അല്ലെങ്കിൽ നമ്മൾ തല്ലിയാൽ തിരിച്ച് തല്ലില്ല എന്ന്, നമ്മൾ ശബ്ദിച്ചാൽ തിരിച്ച് ശബ്ദിക്കില്ല എന്ന് തോന്നുന്നവരോട് നമ്മൾ മുട്ടാൻ നിൽക്കുള്ളൂ. അത് ഭീരുക്കള സ്വഭാവമാണ്, അഹങ്കാരികളുടെ സ്വഭാവമാണ്, ധിക്കാരികളുടെ സ്വഭാവമാണ്. ഇത് തന്നെയാണ് നമ്മളെ സർക്കാരിന്റെ എല്ലാ സ്ഥാപനത്തിലും ഇത് തന്നെ നടക്കുന്നത്. പക്ഷെ സർക്കാരിന്റെ മറ്റു സ്ഥാപനങ്ങളിൽ നടക്കുന്നത് കൊണ്ട് നമുക്ക് പ്രയാസമില്ല. അത് പേപ്പർ വർക്കോ മറ്റോ അനുബന്ധ കാര്യങ്ങളാണ്. പക്ഷെ ഹോസ്പിറ്റൽ അങ്ങനല്ല. ആശുപത്രികളിൽ ജീവന്റെ വില കൽപ്പിക്കാത്ത ഇത്തരം നെറികെട്ട സിസ്റ്റർമാരായാലും വേണ്ടില്ല, അതുപോലത്തെ സെക്യൂരിറ്റിക്കാരായാലും വേണ്ടില്ല, അതുപോലെ പഠിച്ച് മിടുക്കരായി ഡോക്ടറായി സമ്പാദിക്കാമെന്ന് വ്യാമോഹത്തോടെ ഡോക്ടർ ഭാഗം പഠിച്ച, അല്ലെങ്കിൽ വേദന എന്തെന്നറിയാത്ത, അല്ലെങ്കിൽ വിശപ്പെന്തെന്നറിയാത്ത സമ്പന്നരായ ഡോക്ടർമാര് അവര് പണം ചെലവാക്കി, കോടികൾ ചെലവാക്കി വേദന അറിയാത്ത മക്കളെ പഠിപ്പിച്ച് ധിക്കാരികളായി വരുന്ന ഡോക്ടർമാരടക്കം, അല്ലെങ്കിൽ പഠിപ്പിച്ച് ഡോക്ടറായി കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ധിക്കാരികളായ ഡോക്ടർമാര്. ഇത്തരം ഡോക്ടർമാരെയും ഇത്തരം ഉദ്യോഗസ്ഥന്മാരെയും നിലക്ക് നിർത്തേണ്ടത് പാവങ്ങളിൽ നിന്നും എന്നെപ്പോലെയുള്ള ആളുകളിൽ നിന്ന് വോട്ട് വാങ്ങി ജയിച്ച ഇവിടുത്തെ സർക്കാർ, ഇതിന്റെ ആരോഗ്യ വകുപ്പ്, ആരോഗ്യമന്ത്രി, അത് ആഭ്യന്തരമന്ത്രി, അതുപോലെ അനുബന്ധ ആരെല്ലാം ഉണ്ടോ, നിങ്ങൾ വോട്ട് വാങ്ങി ജയിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ മുന്നിൽ വന്നൊരു വാഗ്ദാനങ്ങൾ
ഒരുപാട് തരുന്നുണ്ട് അല്ലേ? സർക്കാർ സ്ഥാപനങ്ങളിൽ നിങ്ങൾ മിന്നൽ പരിശോധന ആരോഗ്യമന്ത്രിയും അനുബന്ധ ആരോഗ്യ വകുപ്പിലുള്ള മറ്റ് സെക്രട്ടറിമാരും DMOയും ആരൊക്കെയുണ്ടോ, IMO ഏതെല്ലാം വകുപ്പ് തല ഉണ്ടോ, ഞങ്ങളെ സർക്കാരിലേക്ക് തരുന്ന നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങി 1 ലക്ഷം 2 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം സർക്കാർ ശമ്പളം വാങ്ങി പണിയെടുക്കാതെ ഞങ്ങളെ കാശ് തെണ്ടി തിന്നുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടോ? അത്തരം ഉദ്യോഗസ്ഥന്മാരൊക്കെ നിലക്ക് നിർത്തേണ്ട അവകാശം ജനങ്ങൾക്കുണ്ടെങ്കിലും അധികാരം നിങ്ങളെ കയ്യിലാണ് ഭരണാധികാരികളെ. അതുകൊണ്ട് തന്നെ ഈ ഒരു സഹോദരന്റെ ജീവൻ പൊലിഞ്ഞതിന്റെ കാരണക്കാരായ ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണോ അവർക്കെതിരെ ശക്തമായ നിയമ നടപടിയിൽ അവരെ ജയിൽ തുറങ്കിലടക്കണം. ഈ കുടുംബത്തിന് ഏറ്റ നഷ്ടപരിഹാര തുക ഈ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഈടാക്കി കൊടുക്കണം. അതൊന്നും ഞങ്ങളെ നികുതി പണം കൊണ്ട് കൊടുക്കരുത്. ഇവർക്ക് എന്തെങ്കിലും സർക്കാർ ഒരു അടിയന്തര ഘട്ടത്തിൽ പൈസ ചെലവാക്കുന്നത് ഞങ്ങളെ കാശല്ല, ഇത്തരം തമ്മാടികളെ കാശെടുത്ത് കൊടുക്കണം. ഇത്രയും തമ്മാടികളെ കാശെടുത്ത് കൊടുത്തിട്ട് വേണം. അപ്പോഴേ ഇതുപോലുള്ള ചെറ്റകളായ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഭയപ്പാടുണ്ടാവുള്ളൂ. സർക്കാർ സ്ഥാപനം ഇവരുടെ ആരെങ്കിലും തറവാട് സ്വത്താണോ? എനിക്കനുഭവമുണ്ട്. തിരൂര് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കനുഭവമുണ്ട്. തിരൂര് ഹോസ്പിറ്റലിൽ ആയിരക്കണക്കിന് ആളുകൾക്ക്, നാട്ടിലുള്ള ആളുകൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനങ്ങാപ്പാറ നയമാണ് അവിടുത്തെ ഡോക്ടർമാരും അനുബന്ധ സിസ്റ്റർമാരും അതുപോലെ തന്നെ സെക്യൂരിറ്റികളും അവിടെ മറ്റ് ആരൊക്കെയുണ്ടോ തൂത്തുവാരുന്ന അവിടുത്തെ ചേച്ചിമാരുണ്ട്, അവര് വരെ ധിക്കാരത്തോടെ പെരുമാറുന്നത്. ഇതിന് തടയിടട്ടേ പറ്റുള്ളൂ. സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ഹോസ്പിറ്റലുകൾ ക്ലീനായിരിക്കണം, മാന്യമായിരിക്കണം. അവിടുത്തെ പെരുമാറ്റച്ചട്ടം കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ഇവരെ ഔദാര്യത്തിന് ചെല്ലുന്ന പോലെയാണ് ഈ പാവങ്ങള്, ഇവരെ ഔദാര്യത്തിന് ചെല്ലും പോലെയാണ് അവരെ പെരുമാറ്റം അല്ലേ? രാത്രി ഡ്യൂട്ടി എടുക്കാൻ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവര് ഡ്യൂട്ടിയാണ് എടുക്കേണ്ട, അവര് ഉറങ്ങലല്ല. അവരെന്തിനാണ് സർക്കാർ ലക്ഷങ്ങൾ രൂപ കൊടുത്തിട്ട് ശമ്പളം കൊടുത്തിട്ട് പെൻഷൻ കൊടുത്തുകൊണ്ട് അവരവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് അറിയോ? ഇത്തരം ആളുകൾ എമർജൻസി അടിയന്തരമായിട്ട് വരുമ്പോൾ അവർക്ക് പ്രാഥമിക ചികിത്സ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം താലൂക്ക് ഹോസ്പിറ്റലും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ ഹോസ്പിറ്റലും നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ ഉണ്ടാക്കിക്കളഞ്ഞ് എന്നെ പോലുള്ള ഈ നാട്ടിലെ ജനങ്ങളെ നികുതി പണം കൊണ്ടാണെന്നുള്ള ബോധം ഭരണാധികാരികൾക്കും ശമ്പളം വാങ്ങുന്ന ഇത്തരം ചെറ്റകൾക്കും അത് ഓർമ്മ വേണം. ആരോഗ്യമന്ത്രി ആയിട്ട് കാര്യമില്ല. ആരോഗ്യമന്ത്രി ആയിട്ട് നിങ്ങൾ ശമ്പളം വാങ്ങുന്നുള്ള ഓണറേറിയം വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ജനങ്ങളെ കൂടെ നിൽക്കണം. ജനങ്ങൾ നിങ്ങൾക്കൊരു പരാതി തന്നിട്ടുണ്ടെങ്കിൽ ആ പരാതി സഡൻലി അന്വേഷിക്കാനും ആക്ഷൻ എടുക്കാനും നിങ്ങൾക്ക് അധികാരമുണ്ട്. അത് എടുത്തേ പറ്റുള്ളൂ. തിരൂര് താലൂക്ക് ഹോസ്പിറ്റലിന്റെ റാമ്പൊന്ന് നോക്കി നിങ്ങള്. പുതിയ റാമ്പാ, വെള്ളം തട്ടിയിട്ട് ദ്രവിച്ചിട്ട് അതിലെങ്ങാനും കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള രോഗികളോ അല്ലെങ്കിൽ ഷുഗർ പേഷ്യന്റ് ആയ ആളുകളെ കാലെങ്ങാനും തട്ടിയിട്ടുണ്ടെങ്കിൽ ആ പഴുപ്പ് വന്ന് ആ കാല് മുറിക്കേണ്ട സ്ഥിതി വിശേഷമാണ് നമ്മളെ തിരൂര് താലൂക്ക് ജില്ലാ ഹോസ്പിറ്റലിന്റെ അവസ്ഥ. ഒന്ന് വന്നു നോക്കണം. ശമ്പളം വാങ്ങി കവലപ്രസംഗം നടത്തിയ പോരാ മന്ത്രിമാരും അനുബന്ധ ആളുകളും. സർക്കാർ സ്ഥാപനം മിന്നൽ പരിശോധന നടത്തിയിട്ട് അവിടെ മെഡിസിൻ ഉണ്ടോ? അവിടുത്തെ ഡോക്ടർമാർ ജോലി ചെയ്യുന്നുണ്ടോ? ഡോക്ടർമാർ ഫാനും കറക്കിയിട്ട് ആ ഒരു പ്രൈവറ്റ് പോയിട്ട് ജോലി ചെയ്യുക. ഇവിടെ ശമ്പളം സർക്കാർ കൊടുക്കും ചെയ്യുക. കൂറ് പ്രൈവറ്റ് ഹോസ്പിറ്റല്, കൂറ് പ്രൈവറ്റ് ആയിട്ട് ഇവര് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ക്യാഷ് വാങ്ങി പരിശോധിക്കുന്ന ഒരു ഓപ്പറേഷത്തിന് കൊണ്ടാണെങ്കിൽ ഇവരെ വീട്ടിൽ പോയിട്ട് 10,000 20,000 പേർക്ക് പാരിതോഷം കൊടുത്താല് ഓപ്പറേഷൻ മര്യാദക്ക് നടത്തുന്ന സ്ഥിതിവിശേഷമാണ് ഗവൺമെന്റ് സർക്കാർ സ്ഥാപനങ്ങളിലുള്ളത്, ഹോസ്പിറ്റലുകളിലുള്ളത്. തടയണം, തടഞ്ഞേ പറ്റൂ. ഇനി ഒരു മരണം സംഭവിക്കാൻ പാടില്ല. പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ കെട്ടിപ്പടുത്ത ഇത്തരം ഹോസ്പിറ്റലുകളും ആശുപത്രികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ബോധം ഇവിടെ ജോലി ചെയ്യുന്ന ഒന്നും വേണ്ട, ഒരു മനുഷ്യനാന്നുള്ള ബോധം അവർക്ക് ഉണ്ടായ പോരെ. ഇത്തരം നഴ്സുമാര് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പം എന്ത് രീതിയിലാണ്
ആ ഒരു മാലാക രൂപത്തിൽ പെരുമാറുന്നത്? ആ മാലാകമാര് എങ്ങനെ ഗവൺമെന്റ് സർക്കാർ ശമ്പളം കൊടുക്കുമ്പോ അവര് മൃഗങ്ങളായി തീരുന്നത്? അത് സർക്കാരിന്റെ പിടിപ്പുകേടാ. സർക്കാർ കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ച് ഇത്തരം അനീതി കാട്ടുന്ന, ഇത്തരം അക്രമം കാട്ടുന്ന, ഇത്തരം തമ്മാടിത്തരം കാണിക്കുന്ന സർക്കാർ ജീവനക്കാരെ ഷഡല്ലി ഒരു പരാതി അത് ഷഡല്ലി അവരെ മാറ്റി നിർത്തുന്ന സർക്കാർ ശമ്പളം കട്ടാക്കണം. അവർക്ക് പെൻഷനും കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ തീരുമാനമെടുത്ത ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരും. അതെന്താ നിങ്ങൾ എടുക്കാത്തതെന്നറിയോ? നിങ്ങളൊക്കെ ചികിത്സിക്കാനേ ഞങ്ങളെ ഖജനാവിലെ പൈസ കൊണ്ട്, ഞങ്ങൾ തരുന്ന നികുതി പണം കൊണ്ട് നിങ്ങൾക്ക് അമേരിക്കയിലും ഒരു തുമ്മലുണ്ടായാൽ നിങ്ങൾ ഓടുക വിദേശ രാഷ്ട്രത്തിലേക്ക് അല്ലേ? നിങ്ങൾക്ക് ഒരു ശ്വാസതടസ്സം ഉണ്ടായാൽ നിങ്ങൾ വലിയ ഹോസ്പിറ്റലിൽ പോവാ സർക്കാരിന്റെ ഖജനാവിലെ പൈസ എടുത്തിട്ട്. ആ സർക്കാരിന്റെ ഖജനാവിലെ പൈസ ഞങ്ങൾക്ക് കൂടെ വിനിയോഗിക്കാളാ. ഞങ്ങൾ തരുന്ന നികുതി പണം ഉണ്ടല്ലോ. ഹോട്ടലിൽ പോയിട്ട് ഒരു പൊറാട്ട കഴിച്ചാൽ അതിനും വാങ്ങുന്നുണ്ട് 1.80 അതിന്റെ നികുതി പണം ടാക്സ് ഇനത്തില്. അതൊക്കെ തന്നിട്ടാണ് ചെങ്ങാതിമാരെ ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. ഞങ്ങൾ വീട് വെച്ച് കഴിഞ്ഞാൽ വീട്ടിന് നികുതി തരുന്നുണ്ട്. ഞങ്ങളെ വീട് വെച്ചിട്ട് ഞങ്ങൾ ഇതിൽ 5 ഉറങ്ങണം ഞങ്ങൾ ശമ്പളം നികുതി തരുന്നുള്ളൂ വർഷത്തില്. ഞങ്ങളെ ഭൂമി ഞങ്ങൾ കാശ് കൊടുത്തിട്ട് ഞങ്ങള് രജിസ്റ്റർ ചെയ്ത് ഞങ്ങളെ ഭൂമിയായിട്ട് രേഖ ഉള്ള ഭൂമിക്കും ഞങ്ങൾ നികുതി തരുന്നുണ്ട്. ആ നികുതി പണക്ക് എടുത്തിട്ടാണ് നിങ്ങൾ ഓണറേറിയം വാങ്ങുന്നത്. അത് എന്തിനാന്ന് പറയും? ഞങ്ങളെ നികുതി പണം ഞങ്ങൾക്കും കൂടെ വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാ. പാവങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ഈ മെട്രോ ഹോസ്പിറ്റലും അതുപോലെ തന്നെ വലിയ വലിയ ഹോസ്പിറ്റലൊന്നും പോയിട്ട് ഇവിടുത്തെ അൽമാസും ഇതുപോലത്തെ എന്താ പറയാ മിംസ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ ഹോസ്പിറ്റലൊന്നും പോവാൻ പൈസ ഇല്ല. അവിടൊക്കെ പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വേണം ദിവസങ്ങൾക്ക് ലക്ഷങ്ങൾ കൊടുക്കാനില്ലാത്തതുകൊണ്ട് സർക്കാർ ഇവരെ തുപ്പും കേട്ടിട്ട് ഈ സർക്കാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതും അവിടെ കെടുത്തുന്നതും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. തിരൂർ ഹോസ്പിറ്റലിൽ എന്റെ ഭാര്യയുടെ പിതാവ് കിടന്നിട്ട് സോഡിയം കുറഞ്ഞിട്ട് വയലന്റ് ആയിട്ട് വളരെ പ്രയാസപ്പെട്ട് ICU കിടക്കുന്ന സമയത്ത് അത്ര വയലന്റ് ആകുന്ന ആ ഒരു ഉപ്പയെ അവരെ ശുശ്രൂഷിക്കാൻ ഉള്ളിലോട്ട് ഒരാളെയും കടത്താതെ അവിടെ നഴ്സുമാര് തുപ്പാൻ വേണ്ടിയിട്ട് മൂത്രമൊഴിക്കാൻ പാത്രം കയ്യിൽ കൊടുത്തിട്ട് ഈ ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ട സോഡിയം കുറഞ്ഞ എന്റെ ഭാര്യയുടെ പിതാവ് ആ മൂത്രമെടുത്ത് മേത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ വേദനാജനകമാ. ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒരു അന്വേഷിക്കാൻ പോലും മടി കാണിക്കുന്ന അല്ലെങ്കിൽ പിഷ്കു കാണിക്കുന്ന ഇവിടെ ആരോഗ്യ വകുപ്പ് എന്തിനാണെന്ന്? ഈ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ പൂട്ടിക്കാളി നിങ്ങള്. ഇത് നിങ്ങൾ ഔദാര്യം കൊടുക്കുന്ന മാറി മാറി വരുന്ന സർക്കാരുകൾ ഔദാര്യം പോലെയാണ്. നിങ്ങൾ ഔദാര്യം അല്ലടോ, ഞങ്ങൾ അവകാശമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഒരു പാവത്തിന്റെ ജീവനണ്ട് കളഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പ്രഖ്യാപിക്കുക? അനുശോചനം അറിയിക്കും. അവർക്ക് നഷ്ടപരിഹാര തുക അല്ലെ 1 ലക്ഷം 10 ലക്ഷം പ്രഖ്യാപിക്കും. അതുകൊണ്ട് ആ സഹോദരിയുടെ വേദന തീരുമോ? കെഞ്ചിയിലിടോ നിങ്ങളോടൊക്കെ കെഞ്ചിയില്ലേ? എത്ര വട്ടം ആ സഹോദരി അങ്ങോട്ടും ഭർത്താവിന് ക്ഷേമം അന്വേഷിക്കും. നിങ്ങളെത്തേക്ക് വരും. നിങ്ങളെ കെഞ്ചി കാല് പിടിച്ചില്ലടോ. തമ്മാടികളെ നിങ്ങളെ കാല് പിടിച്ചില്ലേ? നെറികെട്ടവരെ. നിങ്ങൾക്കില്ല ഉമ്മ വാപ്പ അമ്മ അച്ഛന്, നിങ്ങൾക്ക് സഹോദരിമാരില്ലേ? തമ്മാടികളെ, ചെറ്റകളെ. നെറികേടിനൊരു ഒരു പരിധിയുണ്ട്. എത്ര ജീവനാണോ നിത്യേന ഇത്തരം നിങ്ങളെ ഈ പോലത്തെ പിടിപ്പുകേട് കൊണ്ട് ധിക്കാരപരമായ സമീപനം കൊണ്ട് എത്ര ജീവനാണ് പൊലിയുന്നതെന്നറിയോ? തമ്മാടികളെ. എന്തൊരു ധിക്കാരം! പാവപ്പെട്ടവരെ ഈ കോലത്തിൽ നിങ്ങൾ ആക്കല്ല ചെങ്ങാതിമാരെ. പൊന്നാര ആരോഗ്യവകുപ്പ് ഒന്നുണരൂ. പൊന്നാര ആഭ്യന്തരമേ ഒന്നുണരൂ. എന്റെ സഖാവ് പിണറായി സഖാവ് ഒന്നുണരൂ. പാവങ്ങളാണ്. അവർക്ക് വേണ്ടി പാവങ്ങളെ പാർട്ടിയല്ല ഭരിക്കുന്നത്. സഹോദരങ്ങളെ ഒന്നുണരൂ. നിങ്ങളൊന്ന് മിന്നൽ പരിശോധന എല്ലാ ഹോസ്പിറ്റലിലും ആഴ്ചയിൽ നടത്തണം. നിങ്ങൾ അല്ലെങ്കിൽ അനുബന്ധ ഉദ്യോഗസ്ഥന്മാരെ മിന്നൽ പരിശോധന കൂടണം. ഓരോ ഹോസ്പിറ്റലിലെ തമ്മാടത്തെ നിങ്ങൾക്ക് നേർക്കാഴ്ചയിൽ കാണാം. ഒരുപാട് തമ്മാടിത്തം നടക്കുന്ന ഹോസ്പിറ്റലാണ് തിരൂർ സർക്കാർ സ്ഥാപനം ജില്ലാ ഹോസ്പിറ്റൽ. ജില്ലാ ഭരണകൂടത്തിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി ആണെങ്കിൽ പോലും അവിടെ നടക്കുന്ന ധിക്കാരപരമായ സമീപനങ്ങൾ, അവിടുത്തെ ഡോക്ടർമാരെ ധിക്കാരപരമനം, അവിടുത്തെ കാഷ്വാലിറ്റിയിലെ ഡോക്ടർമാരെ ധിക്കാരം, അവിടുത്തെ നഴ്സുമാരെ ധിക്കാരം, മുറിവ് കെട്ടിക്കൊടുക്കുന്നവന്റെ ധിക്കാരം, അവിടുത്തെ സെക്യൂരിറ്റിയുടെ ധിക്കാരം.
അനവധിയാണ്. നിത്യേന ജനങ്ങൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിത്യേന വേദന പങ്കുവെക്കുന്നുണ്ട് അവിടെയൊക്കെ. എന്നിട്ട് പോലും ചിറ്റമ്മ നയം. ഈ തമ്മാടിത്തരത്തിന് അറുതി വന്നേ പറ്റുള്ളൂ. രാഷ്ട്രീയക്കാരെ നിങ്ങൾ ഉണരണം. നിങ്ങൾ പൊതുപ്രവർത്തകരാന്നും പറഞ്ഞിട്ട് നിങ്ങൾ വെള്ളിയും കതിറിട്ടിട്ട് നടന്നിട്ട് വോട്ട് വാങ്ങിയാ പോരാ, വോട്ട് വാങ്ങി ജയിപ്പിച്ചാ പോരാ. MLA MP-മാരെ നിലക്ക് നിർത്തണം. ഇത്തരം തമ്മാടിത്തരം ചെയ്യുന്നവരെ ഷഡലിൽ ആക്ഷൻ എടുക്കാൻ MLA-ക്കും MP-ക്കും അത് മന്ത്രിതലത്തിൽ എത്തിക്കാൻ ഇവരെ പോലത്തെ ആളുകൾ മുന്നിട്ടിറങ്ങണം. സമയമല്ല ഇവർക്കൊന്നു. ഇവരൊക്കെ ഉന്നത ആളുകളെ കല്യാണത്തിനും ഇങ്ങനെ ചീറിപ്പാൽ ഉദ്ഘാടനത്തിന് നടക്കുക എന്നല്ല, സാധാരണക്കാരന്റെ വേദന കാണാൻ ഇവർക്കൊന്നും സമയല്ലേ. ഈ തമ്മാടിത്തരത്തിന് അറുതി വന്നേ പറ്റുള്ളൂ. പാവം, വല്ലാത്ത സങ്കടം തോന്നി. ആ മനുഷ്യന്റെ അസ്വസ്ഥത, ആ സഹോദരിയുടെ വേദന, ഓടുന്ന ഒരു ജീവന് വേണ്ടി കെഞ്ചുന്ന, ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത, ഒരു മൂല്യം കൽപ്പിക്കാത്ത ഭരണാധികാരികളെ, ധിക്കാരികളായ തമ്മാടികളായ ഉദ്യോഗസ്ഥന്മാരെ, എന്ത് നേട്ടാണോ നിങ്ങൾക്കൊക്കെ മരിച്ചു പോകുമ്പോ കിട്ടുന്നത്? നല്ലത് പറയിപ്പിച്ച് പോയിക്കൂടെ ചങ്ങാതിമാരെ? നന്മ ചെയ്തൂടെ? യഥേഷ്ട ശമ്പളം കിട്ടുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കായും 4 ഇരട്ടി ശമ്പളം കിട്ടുന്നില്ല സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന്. 55, 57, 58 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷനും കിട്ടിയിട്ട് സുഖമായിട്ട് നല്ല ഭക്ഷണം കഴിച്ച് നിങ്ങൾ ഉറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് നിർത്തണം ഇത്തരം തമ്മാടിത്തരം, ശുദ്ധ തമ്മാടിത്തരം. ഈ തമ്മാടിത്തരം നിർത്തിയേ പറ്റുള്ളൂ. നിർത്തണം സമൂഹം. ജനങ്ങൾ ഒന്നിച്ചാലും ഇവിടെ ഒന്നും നടക്കാത്തില്ല.